ജൂലൈ 25 എന്ന ദിവസത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്റെ പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ നരേന്ദ്രമോദി രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നാൾ തുടർച്ചയായി സേവിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രി എന്ന പദത്തിലേക്ക് എത്തും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 4078 ദിവസം പ്രധാനമന്ത്രിയായിരുന്ന നേട്ടമാണ് ജൂലൈ 25-ന് മോദി മറികടക്കുന്നത്. അദ്ദേഹത്തിനു മുമ്പിൽ ഇനി 16 വർഷവും 286 ദിവസവും പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 1966 ജനുവരി 24 മുതൽ 1977 മാർച്ച് 24 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു ഇത്രനാൾ രണ്ടാമത്. ഇന്ദിരാഗാന്ധിയും നെഹ്റുവും കോൺഗ്രസിൽ നിന്നും പ്രധാനമന്ത്രിയായവരാണ് എങ്കിൽ നരേന്ദ്രമോദി കോൺഗ്രസിന് പുറത്തു നിന്നുള്ള പ്രധാനമന്ത്രിയാണ്. എന്നാൽ നിയമസഭയിലും ലോകസഭയിലും 6 തവണ പാർട്ടിയെ ഭരണത്തിൽ എത്തിച്ച മോദിയുടെ റെക്കോർഡ് വേറെ ലെവലിൽ നിൽക്കുന്നു. 2001 ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ മോദി പിന്നീട് നടന്ന 2 ഇലക്ഷനിലും പാർട്ടിയെ ഗുജറാത്തിൽ വിജയതീരത്ത് എത്തിച്ചിരുന്നു. പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റിയ നരേന്ദ്രമോദി 2014-ലും 2019-ലും 2024-ലും നടന്ന ലോക്സഭാ ഇലക്ഷനിൽ BJPയെയും NDAയെയും വിജയതീരത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി. 2001 മുതൽ 2025 വരെയും പിന്നീട് തുടർന്നും മുന്നണിയെയും തന്റെ പാർട്ടിയെയും അധികാരത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന മോദി എന്ന വ്യക്തിയുടെ പ്രഭാവം ഓരോ നാളുകൾക്ക് തോറും കൂടിക്കൂടി വരികയാണ്. BJPയുടെ ബൈലോയിൽ 75 വയസ്സ് കഴിഞ്ഞവർ റിട്ടയർ ചെയ്യണമെന്ന നിയമങ്ങൾ ഒന്നുമില്ലെങ്കിൽ തന്നെയും മോദി റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ കക്ഷികളാണ്. പലപ്പോഴും ഏതെങ്കിലും പ്രസ്താവനകൾ ഉയർത്തി മോദി 75 കഴിഞ്ഞു എന്നും റിട്ടയർ ചെയ്യണമെന്നും താല്പര്യം പ്രകടിപ്പിക്കുന്നതും മോദിയുടെ കടുത്ത എതിരാളികൾ തന്നെയാണ്. ഇതൊക്കെ തീരുമാനിക്കുന്നത് BJPയും ദേശീയ ജനാധിപത്യ സംഘവും ആണെങ്കിൽ തന്നെയും പ്രതിപക്ഷം എന്തുകൊണ്ടാണ് മോദിയെ പേടിക്കുന്നത് എന്നുള്ളത് അവരുടെ ഈ ആരോപണങ്ങളിൽ നിന്നും വ്യക്തമാണ്. മോദി വിജയം ശീലമാക്കിയ രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തും നിരവധി അംഗീകാരങ്ങളാണ് നരേന്ദ്രമോദിയെ തേടിയെത്തിയിട്ടുള്ളത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വരെ ശക്തമായ പിന്തുണയാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ അധ്യായം തുറക്കുന്ന മോദി ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മൂല്യം 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 300-ലധികം വികസന പദ്ധതികളുമായി രാജ്യത്തിനെ സാമ്പത്തിക ഭദ്രതയിലേക്ക് നയിക്കുന്ന നരേന്ദ്രമോദി 2014-ൽ അധികാരത്തിലേറുമ്പോൾ 2.2 ട്രില്യൺ ആയിരുന്ന GDP ഇന്ന് 4-നോട് അടുത്തു നിൽക്കുകയാണ്. 25 കോടി ജനങ്ങളുടെ ദാരിദ്ര്യം മോദി സർക്കാർ മാറ്റിയെന്ന് UN സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദഹിക്കാത്തത് മോദി വിരുദ്ധർക്ക് മാത്രമാണ്. വികസിത് ഭാരത് എന്ന സങ്കല്പവുമായി മോദി ഇനിയും ബഹുദൂരം മുന്നോട്ടു പോകും.